ാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ടെക്നോളജി ക്ലിനിക്ക് AI നമ്മുടെ ബിസിനസ്സിൽ ഇന്നത്തെ കാലത്ത് AIൻ്റെ സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ ക്ലിനിക്ക് കോഴിക്കോട് നടത്തുകയുണ്ടായി. പക്ഷെ അതൊക്കെ വളരെ പ്രയോജനമാണ്. പക്ഷെ അവിടെയൊക്കെ ഒരു അരോചകമായി തോന്നുന്നു പലപ്പോഴും. എന്താ പറഞ്ഞാൽ ഇത് അവതരിപ്പിക്കാൻ വരുന്ന അവർ ക്ഷണിച്ചിട്ടുള്ള ആള് ഇതേപോലെയുള്ള ബിസിനസ് അറിയുന്ന ആളല്ല, അവർ പഠിച്ചു വന്നതാണ്. അവർക്ക് തിയറി മാത്രമേ അറിയുള്ളൂ. ആ തിയറി ഇവർ ഈ ബിസിനസ്സിലേക്ക് വന്നാൽ, എൻ്റർപ്രണറുടെ അടുത്തേക്ക് വന്നാൽ അതിനകത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്, എനിക്ക് അനുഭവപ്പെട്ടത് അതാണ്. RECയിലെ എഞ്ചിനീയറാണ് വരുന്നത്. RECയിലെ കുട്ടികൾക്ക് എങ്ങനെയാണ് അവർ ക്ലാസ് എടുക്കുന്നത് അതേപോലെയാണ് ഈ എൻ്റർപ്രണർമാർക്കും എടുക്കുന്നത്. പക്ഷെ അത് അത്രമാത്രം ഫലവത്തല്ല. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെയുള്ള ഈ ചൈനയുടെ ഒക്കെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവർ എന്താണോ അടുത്ത വരാൻ പോകുന്നത്, 10 വർഷം കഴിഞ്ഞിട്ട് ഇതിന് വരാൻ പോകുന്നത്, അത് ഗവൺമെൻറ് തലത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതിനെ പഠിച്ച് തയ്യാറാക്കി ആ ഒരു സപ്പോർട്ട് ഇൻഡസ്ട്രിക്കാരന് കൊടുക്കുന്ന സമയത്ത് അയാൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ആ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. നമ്മളെ മറിച്ച് അതല്ല. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറ്റം കഴിക്കുക. അത് ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നു, ഒരു ക്ലിനിക്ക് നടത്താൻ കൊടുത്തിരിക്കുന്നു, ആ ക്ലിനിക്ക് നടത്തുക, അത് അവസാനിപ്പിക്കുക എന്നതിനപ്പുറം ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഇത് പ്രത്യക്ഷത്തിൽ ഗുണം കിട്ടണം. ഞങ്ങൾ അവതരിപ്പിച്ച ഇതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രി ആളുകൾക്ക് ഗുണം കിട്ടി എന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടി കൂടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. നമ്മളെ പുതിയ ഇൻഡസ്ട്രി മിനിസ്റ്റർ P. രാജീവിനെ കുറിച്ചിട്ട് ഷെരീഫ് ഖാന്റെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഗവൺമെൻറ് നല്ല സപ്പോർട്ടാണ് ആ കാര്യത്തിൽ ഉണ്ടാകുന്നത്. പലത് ആരും ഗവൺമെൻറ് ഇൻഡസ്ട്രിക്കാർ ഇപ്പം ഞാൻ പറഞ്ഞു 3 വർഷത്തേക്ക് ലൈസൻസ് വേണ്ട, അതേപോലെ കാസിറ്റ്, ഇതൊക്കെ ഒരു സത്യത്തിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ നേരത്തെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, കേരളത്തിന് പുറത്ത് ഇൻഡസ്ട്രി നടത്തിയിട്ടുള്ള ആൾക്കാർ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നോട്. എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിങ്ങൾ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ചെയ്ത് ഇങ്ങനെ വളർന്നു പോകുക, ഇതിന് പ്രയാസങ്ങളില്ലേ, ബുദ്ധിമുട്ടില്ലേ? മറ്റുള്ള സ്റ്റേറ്റിലും ആവട്ടെ, ഇന്ത്യക്ക് പുറത്താവട്ടെ, അവിടെയൊക്കെ ഈ എൻ്റർപ്രണറെ സ്വാഗതം ചെയ്യുമ്പോൾ ഇവിടെ നമ്മളൊരു പേപ്പറായിട്ട് ചെല്ലുമ്പോൾ എത്ര പ്രാവശ്യം നടക്കണം എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുക ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യവസായത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ, കോഴിക്കോട് ജില്ലേൻ്റെ KSSIൻ്റെ മീറ്റിങ്ങിൽ പോയപ്പോൾ ഒരാൾ പറഞ്ഞു 17 തവണ അയാൾ ഒരു കാര്യത്തിന് വേണ്ടി നടന്നിട്ടും ശരിയായില്ല എന്ന്, മുഷിപ്പ് പോയി, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ഇപ്പോൾ ഇന്നത്തെ ഈ കാസിറ്റൊക്കെ സംവിധാനത്തെ പോലെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റെ സമീപിച്ചിട്ട് അയാൾക്ക് നേടിയെടുക്കാവുന്നതായിരുന്നു. പക്ഷെ അതൊക്കെ അറിയാതെ പോയതുകൊണ്ടാണ് അറിയില്ല. എന്തായാലും അയാൾ ഒരുപാട് പ്രാവശ്യം നടന്നാൽ മുഷിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് വളരെ മാറ്റം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ വഴിയിൽ പോയാലുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി വളരെ സപ്പോർട്ടാണ് നമുക്ക്. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബാങ്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒക്കെ തന്നെ ബാങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിന് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിത്തരാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇൻഡസ്ട്രിയിലെ ഓഫീസർമാരും അതേപോലെ തന്നെ മിനിസ്ട്രി ആ കാര്യത്തിലേക്ക് കൊണ്ടുവന്നതിന്, ഈ കേരളത്തിൻ്റെ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ മുഖച്ഛായ മാറ്റുന്നതിന് ശ്രമിക്കുന്ന നമ്മുടെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർക്കൊക്കെ ഒരുപാട് നന്ദിയാണ് ഇക്കാര്യത്തിലുള്ളത്. നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് പോകുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് ചെയ്തുതരാം. പക്ഷേ ഇതുപോലെ പഞ്ചായത്ത് ഓഫീസുകളിൽ പോകുമ്പോൾ ഇതിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ അതൊന്ന് ശരിക്കും ഇതിൽ നമുക്കിപ്പോൾ പഞ്ചായത്തിൽ ലൈസൻസിന് പോകുമ്പോൾ ആദ്യം നമ്മളൊരു ബിൽഡിങ്ങിന് പ്രപ്പോസ് ചെയ്തിട്ട് ബിൽഡിങ്ങിന് പ്ലാൻ കൊടുക്കും. അതിന് ബിൽഡിങ്ങൊക്കെ ആയി നമ്മൾ അതിനകത്ത് മെഷീനറിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈസൻസ് കിട്ടണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോകണം. ഈ പൊല്യൂഷൻ കൺട്രോൾ പോകുമ്പോഴാണ് പഞ്ചായത്ത് ധരിക്കുന്ന പ്ലാനിൽ നമുക്ക് അവിടെ പൊല്യൂഷൻ കൺട്രോൾ കിട്ടില്ല. കാരണം സെറ്റ് ബാക്ക് നിർബന്ധമായിട്ടും പറയേണ്ട രീതി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സെറ്റ് ബാക്ക് വേറെ, പഞ്ചായത്തിൻ്റെ സെറ്റ് ബാക്ക് വേറെ. അപ്പോൾ ഞാൻ അന്ന് എനിക്കിത് ഈ അനുഭവം വന്നപ്പോൾ ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഓഫീസറോട് ചോദിച്ചു, സാർ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഹെഡ് ഓഫ് സെക്രട്ടറി ആവട്ടെ, അല്ല അതിന് അണ്ടറിലുള്ള അണ്ടർ സെക്രട്ടറി ആവട്ടെ, അവരൊക്കെ ഉണ്ടാകുന്ന ഒരേ ഓഫീസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ടേബിളിലായിരിക്കും. ഈ ഒരു വൈരുദ്ധ്യം, അതായത് നമ്മൾ ഒരു പഞ്ചായത്തിൽ നിന്ന് പ്ലാനൊക്കെ വാങ്ങി വളരെ പ്രതീക്ഷയോടെ നമ്മൾ ബിൽഡിങ്ങൊക്കെ കെട്ടിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നമ്മളിതിന് പേപ്പറിന് സബ്മിറ്റ്, ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി പേപ്പർ സബ്മിറ്റ് കഴിയുമ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഓൾ അറൗണ്ട് ഇങ്ങനെ 3 സെറ്റ് ബാക്ക് 3 മീറ്റർ സെറ്റ് ബാക്ക് വേണം എന്ന് പറയുമ്പോൾ, അപ്പോൾ പഞ്ചായത്ത് എനിക്ക് ലൈസൻസ് നിന്ന് ഈ ഇൻഡസ്ട്രിക്കാണല്ലോ, എൻ്റെ പ്രപ്പോസ് പോയിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് ഇൻഡസ്ട്രിക്കാണ്, വീടിനൊന്നുമല്ല. അന്നപ്പോൾ അതേ സമയത്ത് തന്നെ ഇത് ലൈസൻസ് എടുക്കേണ്ടതുമാണല്ലോ. ആ ലൈസൻസ് എടുക്കണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമമുണ്ടെന്ന് പഞ്ചായത്ത് അറിഞ്ഞിരിക്കണ്ടേ?
അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഇത് ബിൽഡിംഗ് പ്ലാൻ ഞങ്ങളെ പ്രപ്പോസ് ഇതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഞ്ചായത്തും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ആയിട്ട് ഒരു ഏകീകരണം ഉണ്ടായിട്ട് അവർ തമ്മിൽ ഉണ്ടാവണ്ടേ. അപ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാ? ഇതൊന്നും അറിയാതെ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസിന് ചെന്നിരിക്കുമ്പോഴാണ് ഈ പഞ്ചായത്തിൻ്റെ സെറ്റ് ബാക്കും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെറ്റ് ബാക്കും രണ്ടും വ്യത്യാസമാണ്. പിന്നീട് അപ്പോൾ ഉടനെ എന്ത് ചെയ്യണോ, അതിന് മറികടക്കാൻ മറിച്ച് ഒരു വാളൊക്കെ കെട്ടി ഉണ്ടാക്കും. അത് അയാളുടെ മുഷിപ്പുണ്ടാക്കും, മടുപ്പുണ്ടാക്കും. ഇത് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും ചോദിക്കാതെ? ഉദ്യോഗസ്ഥന്മാർ ഇത് അറിയണ്ടേ? ഒരാൾ വന്നാൽ നിങ്ങൾ അറിയാം, ഉടനെ അത് റിപ്പോർട്ട് ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു വിഷമമുണ്ട്. ഒന്നുകിൽ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് ഇത് കൊടുക്കും, പ്ലാൻ കൊടുക്കുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും പോകേണ്ടതാണ്, ഇയാൾക്ക് ലൈസൻസ് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് ഇയാൾക്ക് അതിനുള്ള മാനദണ്ഡം വെക്കണം എന്നുണ്ടാക്കിക്കൂടെ? എന്നാൽ ഈ ആൾ പാവം വിഷമിക്കില്ലല്ലോ. മറ്റൊന്നും കൂടിയുണ്ട്, ആ ബിസിനസ്സിൻ്റെ കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം സെറ്റ് ബാക്ക് നോക്കാൻ. ഇപ്പോൾ റെഡ് കാറ്റഗറി ഉണ്ടാവും, ഓറഞ്ച് കാറ്റഗറി ഉണ്ടാവും, ഗ്രീൻ കാറ്റഗറി ഉണ്ടാവും. നിങ്ങൾ തുടങ്ങുന്നത് എന്താണോ ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ സംവിധാനം ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഇന്ന് മറ്റുള്ള സ്റ്റേറ്റ് പോലെയല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അതും കൂടി ഗവൺമെൻറ് പരിഗണിക്കേണ്ടതാണ്. സാധാരണ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും ജനനിബിഡമായ സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് കുറവാണ് ഇന്ന് കേരളത്തിൽ. അപ്പോൾ അവിടേക്കുള്ള മാനദണ്ഡം വെച്ചിട്ടായിരിക്കും പ്ലാനിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. നമ്മുടെ മഹാരാഷ്ട്രയിൽ MIDC എന്ന് പറയും, മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതുപോലെ GIDC ഉണ്ട് ഗുജറാത്തിലെ. നമ്മുടെ കേരളത്തിലും KSIDC ഉണ്ട്. ഈ KSIDC എത്രത്തോളം പവർഫുള്ളും ആക്റ്റീവ് ആണ് നമ്മുടെ കേരളത്തിൽ? അതിനെ പറ്റിയിട്ട് ഷെരീഫിന്റെ അഭിപ്രായം എന്താണ്? ഈ മഹാരാഷ്ട്രയിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഗുജറാത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കേരളത്തിലുള്ള KSIDC, കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനൊക്കെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിക്ക് അവരുടെ ഒരു പ്രോജക്റ്റിന് ഫണ്ട് നൽകുമ്പോൾ ആ ഫണ്ട് വിനിയോഗിച്ച് അയാൾ ആ ഇൻഡസ്ട്രി നടത്തണം. അയാൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ അതേപോലെ കിട്ടേണ്ട പെർമിഷൻ കിട്ടാതെ വരുമ്പോൾ അവരെ ഇൻഡസ്ട്രി നടക്കാതെ പോകും. അങ്ങനെ നടക്കാതെ പോകുമ്പോൾ അയാളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടാവില്ല, റീപേയ്മെൻറ്റ് മുടങ്ങും. അയാൾ നേരത്തെ ഉള്ളതിനേക്കാളും വളരെ താഴെയിലേക്ക് സീറോനും മൈനസ് ആയിട്ട് അയാൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ഗണത്തിൽ അവരെന്ത് വെച്ചാൽ MIDC ആണെങ്കിൽ മഹാരാഷ്ട്രയിലുള്ള MIDC ഇടപെടും. എന്താണ് ഇയാളുടെ ഇൻഡസ്ട്രി നടക്കാത്തത്, ആ നടക്കാനുള്ള മാർഗ്ഗം എന്താണെന്നുള്ള നിർബന്ധമായിട്ട്. ഇവിടുത്തെ KSIDCക്ക് അങ്ങനത്തെ ഒരു പവറില്ല. KSIDC ഫണ്ട് കൊടുക്കാം, അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, അയാളുടെ പ്രോജക്റ്റിന് KSIDCയുടെ മാനദണ്ഡ പ്രകാരം എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് കൊടുക്കുക എന്ന് മാത്രമേ KSIDCക്ക് ഉള്ളൂ. അയാളുടെ ബിസിനസ് നടത്താനുള്ള തടസ്സങ്ങൾ നീക്കാനൊന്നും KSIDCക്ക് അധികാരങ്ങളില്ല. അവിടെയാണ് ഈ MIDCയും ഗുജറാത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനൊക്കെ ഇടപെടുന്നത്. അയാളുടെ ബിസിനസ്സിന് ഉണ്ടാവുന്ന തടസ്സങ്ങൾ എന്താണ്? കാരണം അവർ ഫണ്ട് ചെയ്യാൻ തയ്യാറാണ്, ഫണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ മെഷീനറി ഒക്കെ വന്നിട്ടുണ്ട്, റോ മെറ്റീരിയൽ വന്നിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് നടത്താനുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ തടസ്സങ്ങൾ ഏത് വിഭാഗത്തിലാണെന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കാൻ വേണ്ടി നമ്മളിവിടുത്തെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഫണ്ട് നമ്മളൊരു ലിങ്കായി കഴിഞ്ഞു. കാരണം അവർ ഫണ്ട് ചെയ്യുന്നതോടുകൂടി ആ എൻ്റർപ്രണറും ഈ MIDC ആയിട്ടൊക്കെ GIDC ആയിട്ട് ഒരു ബന്ധമായി കഴിഞ്ഞു. ആ ബന്ധത്തിലൂടെ അയാളുടെ തടസ്സങ്ങൾ നീക്കി അയാളുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള കാര്യത്തിലുണ്ട്. KSIDCയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നമ്മൾ വ്യവസായികൾക്ക് ലോൺ എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള USA ഇവിടെയൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഷെരീഫ്ക്കൊക്കെ? ഒരു ഇൻഡസ്ട്രിക്ക് പ്രത്യേകിച്ച് കേരളത്തിന് ഒരു ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മൊത്തം ഞാൻ പറയുന്നത്, കേരളത്തിൽ മാത്രമല്ല, ഇവിടെ ഞാൻ നേരത്തെ എനിക്ക് പരിചയമുള്ള കോയമ്പത്തൂരൊക്കെ ഒരു ഇൻഡസ്ട്രിക്ക് ബാങ്ക് വളരെ നല്ല സപ്പോർട്ടാണ്. പക്ഷേ ആ സപ്പോർട്ട് ഇൻഡസ്ട്രീൻ്റെ കാര്യത്തിലില്ല. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാരണം ഒരാൾ അടയ്ക്കേണ്ടി വരുന്ന പൈസയ്ക്ക് 10% കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് 10%, 11% വരെ നാഷണലൈസ്ഡ് ബാങ്ക് ഇൻട്രസ്റ്റ് ചുമത്തുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരാൾക്ക് ഒരിക്കലും ഇന്നത്തെ കാലത്ത് വർക്കൗട്ട് ചെയ്ത് പോകാൻ കഴിയില്ല. മാത്രമല്ല അയാൾ ഭയപ്പെടുകയാണ് ലോൺ എടുക്കാൻ. നേരെ മറിച്ച് ഒരു ഇൻഡസ്ട്രിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു പെർസെൻറ്റായി 3%, 4% ഒക്കെ ആയിക്കഴിഞ്ഞാൽ അയാൾ ലോൺ എടുക്കാൻ ധൈര്യപ്പെടും. കാരണം എന്താ, അയാൾക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ചെറിയ ഇൻട്രസ്റ്റേ വരുന്നുള്ളൂ. നേരെ മറിച്ച് അയാൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് റൺ ചെയ്ത് ലാഭത്തിൽ എത്തണമെങ്കിൽ 1-2 വർഷം എടുക്കും. അപ്പോഴേക്ക് ഇയാളെ ഇൻട്രസ്റ്റ് കന്നിട്ട് ഇയാൾ മൂടിപ്പോവും.
അപ്പോൾ അത് ഒരാൾ ലോൺ എടുക്കാൻ സ്വാഭാവികമായിട്ടും ഒരാൾ പ്രേരിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ആ സ്വഭാവത്താണ്, ഞാൻ ലോൺ എടുക്കാൻ പലപ്പോഴും ഭയപ്പെടും. കാരണം എന്താ, എൻ്റെ ഉറക്കം കെടും, എൻ്റെ സ്വസ്ഥത പോകും. കാരണം ഞാനൊരു 2 കോടി രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രതിമാസം ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കണം. അപ്പോൾ എൻ്റെ ബിസിനസ് ഞാൻ വിചാരിച്ച പോലെ മാർക്കറ്റിലെത്തി. അതിൻ്റെ പല ഡ്രോബാക്ക് ഉണ്ടാവും. ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാലോ, സാധാരണ ഒരു ട്രേഡിങ് പോലെയല്ല. ട്രേഡിങ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് വിൽക്കണു. മാനുഫാക്ചറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അയാൾ ഒരു റോ മെറ്റീരിയൽ എടുത്ത് 2 മാസമോ 3 മാസമോ 4 മാസമോ 1 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും ആ റോ മെറ്റീരിയൽ മുഴുവൻ മാനുഫാക്ചറിങ് ചെയ്ത് മാർക്കറ്റിലെത്തുക. നേരെ മറിച്ച് കൊണ്ടുവന്ന സാധനം അന്ന് തന്നെ പിറ്റേന്ന് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ പീരീഡിനൊക്കെ ഇയാൾ വാങ്ങിയ ഈ റോ മെറ്റീരിയലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇയാൾ എടുത്തിരിക്കുന്ന മെഷീനറിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാന്റിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇങ്ങനെ മുഴുവൻ ബിസിനസ് ചെയ്താലും അയാൾ രക്ഷപ്പെടാത്ത അവസ്ഥയിലേക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ കാർന്ന് തിന്നുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അയാൾ ആ ഒരു വളരെ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള ഇൻട്രസ്റ്റിന് വ്യവസായിക്ക് ഇൻട്രസ്റ്റ് താരിഫ് സാധാരണ ട്രേഡിംഗ് ഉള്ളതിനെ അപേക്ഷിച്ച് ഒരു വ്യവസായി എന്നുള്ള പരിഗണന, കൃഷിക്കാരനെ പോലെ വ്യവസായി എന്നുള്ള പരിഗണനയ്ക്ക്, മാനുഫാക്ചറിങ് എന്നുള്ള പരിഗണനയ്ക്ക് ഇൻട്രസ്റ്റിൻ്റെ താരിഫ് വളരെ കുറച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ നിലക്കിൽ ആളുകൾ ലോണിനെ സമീപിക്കുകയുള്ളൂ. മറ്റല്ലാൾ ഭയപ്പെടുകയാണ് ബാങ്കിനെ. കാരണം ബാങ്ക് എപ്പോഴും ഒരു ബാങ്ക് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവുക.